നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപാസനം ഉടമ്പടിയിൽ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുള്ളവരാണെങ്കിൽ അറിയാം, നമ്മളവിടെ ഉടമ്പടി എടുക്കാൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ അവർ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു ജീവിതത്തിൽ ഒരിക്കലും നടക്കുകയില്ല എന്ന് കരുതുന്ന നിയോഗങ്ങൾ, ഒരിക്കലും നമ്മളെക്കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കാത്ത നിയോഗങ്ങളാണ് നിങ്ങളവിടെ കൃപാസനത്തിൽ ഉടമ്പടിയിൽ നിയോഗങ്ങളായിട്ട് സമർപ്പിക്കേണ്ടത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും സാധിക്കില്ല, അങ്ങനെ തോന്നുന്ന നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്ത നിയോഗങ്ങൾ അല്ലെ നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് നിയോഗങ്ങളായിട്ട് നമ്മളവിടെ അർപ്പിക്കേണ്ടത്. നിങ്ങൾ അസാധ്യം എന്ന് കരുതുന്ന ആ നിയോഗങ്ങളിൽ മാതാവ് ഇടപെടും. ഉടമ്പടിയുടെ കാലത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടുന്ന കുറച്ച് നിബന്ധനകളുണ്ട് അല്ലെങ്കിൽ നിലപാടുകളുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് അനുസരിക്കുക. അവർ പറയുന്ന ആ ഒരു ജീവിത രീതിയിൽ ജീവിക്കുക. ഉടമ്പടിയിൽ നമ്മൾ സത്യസന്ധരായി നീതി പുലർത്തുക. നമ്മളോട് തന്നെ നീതി പുലർത്തുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കാതെ തന്നെ മാതാവ് നമുക്ക് തരും. അതുപോലെ നമ്മുടെ നിയോഗങ്ങളിൽ മാതാവ് ഇടപെടും. അതുപോലെ പരിശുദ്ധ അമ്മ എപ്പോഴും നന്മയുടെ ഭാഗത്തായിരിക്കും. നന്മ ഉള്ള ഒരു അങ്ങനത്തെ വേണം നിയോഗങ്ങൾ നമ്മളവിടെ സമർപ്പിക്കാൻ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു നാശത്തിനുള്ള നിയോഗമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തിന്മ വന്നു ഭവിക്കുന്ന രീതിയിലുള്ള നിയോഗങ്ങളല്ല. മറ്റുള്ളവർക്കും നന്മ വരണം, നന്മയുള്ള നിയോഗങ്ങൾ വേണം നമ്മളവിടെ സമർപ്പിക്കാൻ. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. അങ്ങനെയുള്ള നിയോഗങ്ങളാണ് നമ്മൾ ഉടമ്പടിയിൽ സമർപ്പിക്കേണ്ടത്. അതുപോലെ പൈശാചികമായ തിന്മയുടെ ശക്തിക്കെതിരെ പൊരുതാനുള്ള ശക്തിയാണ് നമ്മളുടെ പരിശുദ്ധ അമ്മ. നമുക്ക് ഈശോ തന്നിട്ടുള്ള പരിശുദ്ധ അമ്മ എന്നുള്ളത് തിന്മയ്ക്കെതിരെ പൊരുതാനുള്ള നമ്മുടെ ഒരു വജ്രായുധം എന്ന് തന്നെ പറയാം. പരിശുദ്ധ അമ്മ തിന്മയ്ക്കെതിരെ പൊരുതും. നന്മയുടെ ഭാഗത്തായിരിക്കും പരിശുദ്ധ അമ്മ എപ്പോഴും നിൽക്കുക. നമുക്ക് വേണ്ടി സംസാരിക്കുക. നമുക്ക് വേണ്ടി ഇപ്പോൾ ആരുമില്ല, നമുക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാനോ നമ്മുടെ കാര്യത്തിൽ ഇടപെടാനോ ആരുമില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കുക. പരിശുദ്ധ അമ്മയുടെ കയ്യിൽ പിടിക്കുക. പരിശുദ്ധ അമ്മ നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടും. നന്മയുടെ ഭാഗത്തായിരിക്കും പരിശുദ്ധ അമ്മ എപ്പോഴും നിലനിൽക്കുന്നത്. നന്മയുള്ള നിങ്ങളുടെ ആ നിയോഗത്തിൽ മാതാവ് ഇടപെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു നീതി നിങ്ങൾക്ക് മാതാവ് നടത്തിത്തരും. അതുപോലെ ഉടമ്പടിയിൽ വിശ്വസ്തരായി ഉടമ്പടി കറക്റ്റായി എടുക്കുന്ന നമ്മുടെ കൂടെ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ആവശ്യങ്ങളിൽ മാതാവ് നമ്മോട് കൂടെ ഉണ്ടാവും. നമുക്ക് എപ്പോഴും ഒരു ഡൗൺ ടൈം വരുമ്പോൾ അവിടുന്ന് മാതാവ് ആ സമയത്ത് നമ്മളെ ഉയർത്തും. നമ്മളെ ഒരിക്കലും പരാജയപ്പെടുത്താൻ മാതാവ് സമ്മതിക്കില്ല. മാതാവിൻ്റെ മക്കളാണ് നമ്മൾ ഒരിടത്ത് താന്നു പോകുന്നത് മാതാവിന് സഹിക്കാൻ പറ്റുകയില്ല. മാതാവ് അപ്പോൾ ആ കാര്യത്തിൽ ഇടപെടും. നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളെ കൈ പിടിച്ച് അമ്മ ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് പോലെ അത്രയും കരുതലോടെ മാതാവ് നമ്മുടെ കൂടെ കൊണ്ട് നടക്കും. ഉടമ്പടി എടുക്കുന്ന നമുക്ക് അവിടുന്ന് നേർച്ച വസ്തുക്കളായിട്ടുള്ള തിരിയും ഓയിലും ഉപ്പും പിന്നെ കാശിരൂപവും മാതാവിൻ്റെ ആ കാശിരൂപവും ഒക്കെ നമുക്ക് നേർച്ചയായിട്ട് അവിടുന്ന് ലഭിക്കും. നമ്മൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഈ നേർച്ച വസ്തുക്കൾ, ഉടമ്പടിയിലുള്ള നേർച്ച വസ്തുക്കൾ നമുക്ക് ലഭിക്കുന്നു. അതിലെല്ലാം മാതാവിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ കാശിരൂപം
കാശുരൂപം ധരിച്ചുകൊണ്ട് അല്ല കാശുരൂപം ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ എവിടെ പോയാലും ആ കാര്യം സക്സസ് ആയിരിക്കും. നമ്മൾ ആ വിശ്വസിച്ച് അത്രയും പവിത്രതയോടെ വേണം നമ്മൾ ആ കാശുരൂപം കൊണ്ടു നടക്കാൻ. ആ മാതാവിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് തന്നെ നമ്മുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് സാക്ഷ്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളിൽ ഒത്തിരി സാക്ഷ്യങ്ങളിൽ മാതാവിൻ്റെ രൂപം തിരിയിൽ പ്രത്യക്ഷപ്പെട്ടു, മാതാവിൻ്റെ ഒരു പ്രസൻസ്, മാതാവ് അവർക്ക് ക്യാൻഡിലിൽ പ്രത്യക്ഷപ്പെട്ടു, നീലത്തിരിയിൽ നീല രൂപമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് ആ സാക്ഷ്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മാതാവിൻ്റെ ഒരു പ്രസൻസ് ഉടമ്പടി വിശ്വസ്തയോടെ എടുക്കുന്നവരിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് മാതാവിൻ്റെ ആ ഒരു പ്രസൻസ് അവർക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ആ പ്രസൻസ് ലഭിക്കുന്നത് നമ്മൾ ആ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് നമ്മുടെ കൂടെ ഇങ്ങ് വരുവാണ്. നമ്മുടെ ഭവനത്തിൽ മാതാവ് വരുന്നു. ആ മാതാവിൻ്റെ ഒരു പ്രസൻസാണ് അവർക്ക് മാതാവിൻ്റെ ആ സാന്നിധ്യം അവർക്ക് ലഭിക്കുന്നത്. ഇങ്ങനെയാണ് മാതാവ് നമ്മുടെ കൂടെ നമ്മോടൊപ്പം നമ്മുടെ ഭവനത്തിലേക്ക് കൃപാസനത്തിൻ്റെ ആ മാതാവ് വരുന്നു. ആ മാതാവിൻ്റെ ആ ഒരു സാക്ഷ്യം അവർക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് അവർക്ക് ലഭിക്കുന്നു. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ കഴിവിനും നമ്മുടെ ബുദ്ധിക്കും അപ്പുറത്തുള്ളൊരു കാര്യം നമുക്കൊരിക്കലും അത് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളിൽ മാതാവ് ഇടപെടും. അതാണ് നമുക്ക് ഈശോ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് നമുക്ക് ഈശോ തന്ന നമ്മുടെ അമ്മ. നമ്മുടെ ഇങ്ങനെ അസാധ്യ കാര്യങ്ങളിൽ മാതാവ് ഇടപെട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മളെ കൈ പിടിച്ച് നടത്തും. ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ മാതാവിൻ്റെ ആ കരുതലും സംരക്ഷണവും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും. ഇപ്പം ഉടമ്പടി നമ്മൾ വിശ്വസ്തയോടെ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് തന്നെ ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഉടമ്പടിയുടെ കാലാവധി എന്ന് പറയുന്നത് 90 ദിവസമാണ്. ഈ 90 ദിവസത്തിനിടയ്ക്ക് നമുക്ക് തന്നെ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള നമ്മളിപ്പം ലൈഫിൽ തന്നെ ഒത്തിരി പോസിറ്റിവിറ്റി നമ്മൾ ആ ഉടമ്പടി കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഉടമ്പടി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ആ ഇൻസ്ട്രക്ഷൻസും എല്ലാം നല്ല രീതിയിൽ പാലിക്കുകയാണെങ്കിൽ നമുക്ക് ആ മാതാവിൻ്റെ ആ ഒരു സാന്നിധ്യവും നമുക്ക് നമ്മുടെ ആ ലൈഫ് ലോങ് ആ ഒരു റിഫ്ലക്ഷനും ആ ഒരു അനുഗ്രഹവും ആ ഒരു പ്രസൻസും എല്ലാം നമുക്ക് തന്നെ വ്യക്തമായി അറിയാൻ സാധിക്കും. മാതാവിൻ്റെ ആ കരുതലും സംരക്ഷണവും സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് തിരുക്കുമാരനോട് ചോദിക്കുന്ന ഒരു ആവശ്യങ്ങളും മാതാവ് സാധിച്ചു തരാതിരിക്കുകയില്ല. മാതാവ് നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടും, നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ന്യായമായിട്ടുള്ള നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും മാതാവ് ഇടപെടും. മാതാവിൻ്റെ ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലും ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മ സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൃപാസന മാതാവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.